ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ജേർണൽ സപ്ലൈസ് തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ പേപ്പേഴ്സ് ഈ ഒരു സൈസിലോ അല്ലെങ്കിൽ ഈ ഒരു സൈസിലോ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഫസ്റ്റ് കാണിച്ചതിൽ ഉണ്ടാക്കുന്നില്ല, ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കാണിച്ച ആ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വരയ്ക്കാൻ പോകുന്ന എന്താ ഈ ഡോംസിൻ്റെ ബ്രഷ് പെൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ബ്രഷ് പെൻ സംഭവം നല്ലൊരു സാധനമാണ് കേട്ടോ. ഈ പെയിൻറ്റിന് പകരമൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുൻപ് യൂസ് ചെയ്തൊരു ബ്രഷ് പെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് ഇത് ലിറ്റിൽ ആർട്ടിസ്റ്റ് പറഞ്ഞ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ബ്രഷ് പെൻ. മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രഷും ഉണ്ട്, ബാക്കിൽ സ്കെച്ചും ഉണ്ട്. ഇത് ശരിക്കും ഒരു ബ്രഷ് പെൻ അല്ല, ഒരു സ്കെച്ചിൻ്റെ വലുതാണ് അതിൽ ബ്രഷായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് കേട്ടോ. അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് പേപ്പേഴ്സ് ജേർണലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു പേപ്പേഴ്സാണ്. ജസ്റ്റ് ഒന്ന് അത് ടിയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്തോ വയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് നല്ല ഐശ്വര്യത്തോടെ തന്നെ ഗ്രിഡ് ലൈൻസിന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഗ്രിഡ് ലൈൻസ് ആണെങ്കിലും മെയിൻ ജേർണലിങ്ങിന്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഇതിൽ ഞാൻ 2-3 ടൈപ്സ് കാണിച്ചു തരാം. ഒന്ന് ഇങ്ങനത്തെ ലൈൻസ്, പിന്നെ ഫസ്റ്റ് കാണിച്ചത്, പിന്നെ ഒരു യൂണിഫോമിൻ്റെ ഗ്രിഡ് ലൈൻസ് പോലത്തെ ഒരു ഗ്രിഡ് ലൈൻസ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ? അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പാറ്റേൺ പേപ്പേഴ്സ് വരയ്ക്കാം. ഇന്ന് തന്നെ ചെയ്യണം അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചെടുക്കാം കേട്ടോ. പേന വെച്ച് ജസ്റ്റ് ഒന്ന് ഇത്തിരി ഭംഗിയിലൊക്കെ സ്ക്രിബിൾ ചെയ്താലും അതൊരു തരം പാറ്റേൺ പേപ്പറാണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്, ഞാൻ അപ്ലൈ കാണിച്ചില്ലേ ഒരു പേർപ്പിളിൻ്റെ ഒരു ഗ്രിഡ് ലൈൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ആദ്യം നല്ല ബ്രോഡായിട്ടുള്ള ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ഭാഗം വെച്ചിട്ട് ഇതുപോലെ 2 സൈഡും വരച്ചു കൊടുക്കുക. വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ട് ഇതുപോലെ വരച്ചു കൊടുത്താൽ ആ ഒരു ടൈപ്പ് ഗ്രിഡ് ലൈൻസ് റെഡിയായി. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഗ്രിഡ് ലൈൻസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അങ്ങനെ കണ്ടത് 4 ടൈപ്സ് ഞാൻ ഇതുവരെ വരച്ചിട്ടുണ്ട്. പിന്നെ അതിനെയും കാട്ടി കുറച്ചും കൂടി ചെറിയ പേപ്പറിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. കണ്ടോ ഡിഫറൻസ്? അപ്പോൾ അങ്ങനെ ഞാൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരയ്ക്കുന്നത് ഒരു ബോ ആണ്. എനിക്ക് എന്താണെന്നറിയില്ല, ബോനോട് നല്ല താല്പര്യമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. അത് കാരണം റെഡ് കളർ എടുത്ത ഒരു ബോ ആണ് ഞാൻ ഫസ്റ്റ് വരയ്ക്കാറ്. അപ്പോൾ ബോല് 2 തരത്തിൽ നമുക്ക് വരയ്ക്കാം. ഒന്ന് ഈ ഒരു ടൈപ്പിൽ റെഡിന് വരയ്ക്കണമെന്നൊന്നുമില്ല, ഏത് കളർ വേണമെങ്കിലും വരയ്ക്കാം ബോ. ഇനി അതിലുള്ള റിബൺ വേറെ കളർ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഞാൻ എങ്ങനത്തെ ടൈപ്പ് ഇത് വേണമെങ്കിലും വരയ്ക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈപ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ സൈസിൽ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ വരച്ചു കഴിഞ്ഞു. ക്രയോൺസൊക്കെ ഉപയോഗിക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനം കേട്ടോ. കാണാനും കുറച്ച് ഭംഗിയും ഉണ്ടാവും. ഒരു ബോഹോ ടൈപ്പിലുള്ള ഒരു പാറ്റേൺ പേപ്പർ. അപ്പോൾ ഇത് സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഗൈസ്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് കുറച്ച് അമീബ വരച്ചിട്ട് കളർ ചെയ്യാമെങ്കിൽ കളർ ചെയ്യാം. ഞാനിപ്പോൾ കളർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. കണ്ടോ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ വരച്ചു കൊടുക്കുന്നില്ല. ഞാൻ 4 കളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഷിറ്റ് മൊബൈൽ വീണതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ പേപ്പർ റെഡി ഹോ ഗയാ.
അപ്പോൾ ഞാൻ വീണ്ടും ആ ചെറുതിൽ വീണ്ടും ഗ്രിഡ് ലൈൻസ് വരയ്ക്കുകയാണ്. എന്താണെന്നറിയില്ല, ഗ്രിഡ് ലൈൻസ് മുഖ്യമാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഇതാ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സിമ്പിൾ ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബോ വരയ്ക്കാൻ. ചെറുതായിട്ട് കളവായി ഗൈസ്. ഇതുപോലെ ബോ വരച്ചിട്ട് ഓരോ സ്ഥലത്ത് ചെറിയൊരു ഹാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അടുത്തൊരു ടൈപ്പ് ഓഫ് ഗ്രിഡ് ലൈൻസ്. ഇതാ ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കണ്ടു ഗൈസ്, ആദ്യം ഇങ്ങനെ വരയ്ക്കുന്നു, പിന്നെ അങ്ങനെ വരയ്ക്കുന്നു, പിന്നെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഓ സിമ്പിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറൊരു ടൈപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ വരച്ചാൽ മതി, ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് നിർത്താം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ കുറേ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി അടുത്ത എന്ത് ജേർണലിങ് സപ്ലൈസ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ജേർണലിങ് സപ്ലൈസ് ആയാലും വേറെ എന്ത് ക്രാഫ്റ്റാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പോൾ കാണിച്ചതും വേറൊരു ടൈപ്പ് ഓഫ് ഗ്രിഡ് ലൈനാണ്. പിന്നെ ഇത് അതിൻ്റെയും ചെറുത്, അതായത് ഇപ്പോൾ കാണിച്ച ആ സൈസിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കീറിച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള പാറ്റേൺ പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏത് സൈസിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു. അത് ചെറുതായിട്ട് വരച്ചു വന്നപ്പോൾ കുളവായോ എന്നൊരു സംശയം. ഇത്തിരി വരച്ചു വന്നതാണ്. നോ പ്രോബ്ലം, നമുക്ക് അപ്പുറത്ത് വരയ്ക്കാം. അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ. പിന്നെതാ അടുത്ത സാധനം ബോ തന്നെയാണ് ഗൈസ്. വീണ്ടും ഞാൻ വരച്ചത്, എന്താ ചെയ്യുക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പേപ്പറിലും കുറച്ച് ഇങ്ങനെ വരച്ചെടുക്കുക. കണ്ടു ഗൈസ്. ഇനി അടുത്തത് ടുലിപ്സ് ആണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. അടുത്തത് കണ്ടു ഗൈസ്. ടൂലിപ്സ് സിമ്പിളായിട്ട് എങ്ങനെ വരയ്ക്കാനാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഗ്രീൻ കളർ എടുക്കുക, സ്റ്റെം വരയ്ക്കുക, വേണമെങ്കിൽ ലീഫ് വരയ്ക്കാം. ടൂലിപ്സ് റെഡി. ഇനി അടുത്തത് ഞാൻ ശരിക്കും ഒരു പൂവാണ് ഉദ്ദേശിച്ചത്. എന്താ ബ്രഷ് പെൻ ഇങ്ങനെ വെച്ചിട്ട് അതും ചെറുതായിട്ട് കുളവായി കൈ കിട്ടിയിട്ടു ഗൈസ്. നോ പ്രോബ്ലം, ജേർണലിന് പിന്നെ കുളവായാലും കാര്യമില്ലല്ലോ, കുറച്ച് മെനയെങ്കിലും വേണം. അതാണ് ഞാൻ ആ ബട്ടർഫ്ലൈ എടുത്ത് മാറ്റിയത് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെയെങ്കിലൊക്കെ സെറ്റാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ആ ബാക്കി വന്ന 3 അങ്ങനെ ഞാൻ വരച്ചെടുത്തു. ഇനി എന്താണ്, ഒന്നുമില്ല. ഇനി നമുക്ക് നേരെ ജേർണൽ ചെയ്യുമ്പോൾ കീറിക്കുന്നു, ഒട്ടിക്കുന്നു, സിമ്പിൾ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പാറ്റേൺ പേപ്പേഴ്സ്. ഇനി എന്താ അടുത്ത ചാനൽ കമൻറ്റ് ചെയ്യുക. ബൈ.